ജീവിക്കുന്ന ദൈവത്താൽ വിളിക്കപ്പെട്ട പ്രിയ സഹോദരിമാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 21, 22, 21 വാക്യങ്ങൾ. ഹല്ലേലൂയ. അക്കാലത്ത് ദാനിയേൽ താൻ ആരാധിക്കുന്ന ദൈവത്തെ 3 നേരം മൂട്ടിന്മേൽ ഇരുന്ന് ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞു പോരുന്നു. ആ സമയം അസൂയാലുക്കളായ ശത്രുക്കൾ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ദാനിയേലിനെതിരെ വിധി എഴുതി അവനെ സിംഹക്കൂടിൽ ഇട്ട് കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ദാനിയേൽ സേവിക്കുന്ന ദൈവം ജീവനുള്ളവനാണെന്നും സിംഹത്തിന്റെ വായിൽ നിന്നും പിടിപ്പിക്കാൻ ശക്തനാണെന്നും നെബൂഖദ്നേസർ രാജാവ് വിശ്വസിച്ചിരുന്നു. അവൻ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ രാവിലെ അതിവേഗത്തിൽ ഓടിച്ചെന്ന് ഗുഹാമൂത്ത് എന്ന് വിളിച്ചു. പതറിയ ശബ്ദത്തോടെ വിളിച്ചു, ദാനിയേൽ, ദാനിയേൽ, നീ 3 നേരം സേവിച്ച ദൈവം നിന്നെ സിംഹത്തിന്റെ വായിൽ നിന്നും പിടിപ്പിക്കാൻ പ്രാപ്തനായോ? ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ. ഹല്ലേലൂയ. ദാനിയേൽ മറുപടി പറഞ്ഞു, ഓ രാജാവേ, എന്നിൽ കുറ്റമൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ശത്രു എത്ര ബലവാനായാലും എത്ര ശക്തനായാലും അവൻ സിംഹത്തിനെ പോലെ അലറി അടുത്താലും ദൈവം തന്റെ ദൂതനെ അയച്ച് അവന്റെ വായ് മൂടിക്കെട്ടും. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്തെന്നാൽ നാം ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്. നാം നമ്മുടെ ദൈവത്തെ സേവിക്കുന്നു. നമ്മുടെ ആരാധനയിൽ അവൻ സംതൃപ്തനാണ്. ഹല്ലേലൂയ. ആകയാൽ ദൈവം നമ്മളിൽ ജീവിക്കുന്നു. നമ്മെ ഈ ലോകത്തെ ശക്തികൾക്ക് ജയിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആകയാൽ കണ്ണടയ്ക്കാം. കർത്താവേ, വിശ്വാസ ഞെരുക്കത്തിൽ പോലും ദാനിയേൽ ഉറച്ച് അവിടുത്തെ വിശ്വാസത്തിൽ നിന്നപോലെ ആശ്രയിച്ചതുപോലെ ഞങ്ങളെ ശത്രുക്കൾ വേട്ടയാടുമ്പോൾ, ശത്രുവിന്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെടുമ്പോൾ അവിടുത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അവിടെ ഞങ്ങളെ പിടിപ്പിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശത്രു ഞങ്ങളുടെ മേൽ അലറുമ്പോഴും സിംഹത്തെ പോലെ വലിച്ചിക്കറാനെ വരുമ്പോഴും അവിടുത്തെ വിശ്വാസത്തിൽ അവിടുന്ന് ഞങ്ങളെ പിടിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ, വിശ്വാസം നൽകണമേ. പ്രാർത്ഥന കിടക്കണമേ. കർത്താവേ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.